സഫാരി വേൾഡിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ വർത്ത് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഈ ടി വിയിലും വീഡിയോസിലും അതുപോലെ ബുക്സിലൊക്കെ കണ്ടിട്ടുള്ള ജിറാഫുകളെ ഇത്രയും അടുത്ത് വന്ന് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നത്. ഹലോ, നമ്മൾ ജിറാഫ് ടെറസിലാണ് എത്തിയിരിക്കുന്നത്. ഇവർ പറയുന്ന വേൾഡ്സ് ലാർജസ്റ്റ് അതായത് നമ്പർ ഓഫ് ജിറാഫ്സ് എവിടെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 200 ജിറാഫുകളുണ്ട്. ഇവരിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയും നിറയെ കിളികൾ ഇതൊക്കെ ഇട്ട് ഭയങ്കര രസമാണ്. എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. നമ്മളും ഇതിന് ക്യാരറ്റ്സും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഫീഡ് ചെയ്തു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്യുന്നത് ബേർഡ് ഷോ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തായ്ലൻഡിലുള്ള സഫാരി വേൾഡിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം ബേർഡ് ഷോ ആയിരുന്നു. അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ പറഞ്ഞതാണ്, നമ്മുടെ തങ്കപ്പൻ കേട്ടില്ല, അതാണ് ഉണ്ടായത്. എന്തായാലും നമ്മൾ അത് കഴിഞ്ഞ് ഒരു സഫാരിക്ക് വേണ്ടി പോയി. ഒരു 100 രൂപ എത്രയും കൂടെ ടിക്കറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബസ്സിലോ കാറിലൊക്കെ പോകാം. നമ്മൾ ബസ്സിനാണ് പോയത്. അപ്പോൾ ഈ ജിറാഫുകളൊക്കെ നിന്നില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഇവരങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ഒരുപാട് ആനിമൽസിനെ ഇങ്ങനെ ഫ്രീ ആക്കി വിട്ടേക്കുന്നത് കാണാം കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. എല്ലാത്തിൻ്റെയും പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ നമ്മളിങ്ങനെ ക്ലസ്റ്റേഴ്സ് അല്ലേ കാണുന്നത്, അപ്പോൾ ഒരുമിച്ച് കാണുമ്പോഴും ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസിനെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് സഫാരി വേൾഡ്. ഡെഫിനറ്റ്ലി മിസ് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു അങ്ങനെ മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ഏജൻസിയിലൊക്കെ പോകുമ്പം അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു എന്താ പറയുക, ട്രാവൽ ചെയ്യേണ്ട ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു പ്ലേസും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാറുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോകാൻ കേട്ടോ. ഒരു ഫുൾ ഡേ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ്